പത്തനംതിട്ട കൊച്ചുകോയിക്കലിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ CPM പ്രവർത്തകർ ആക്രമിച്ചുവെന്ന് പരാതി. വനിതാ ജീവനക്കാരിയടക്കം 4 പേർ ചികിത്സ തേടി. റോഡ് വക്കിൽ മുറിച്ചിട്ട നിലയിൽ കണ്ടെത്തിയ മരങ്ങൾ പരിശോധിക്കുന്നതിനിടയിലാണ് ആക്രമണമുണ്ടായത്. CK അഭിലാൽ വിവരങ്ങൾ വായിച്ചിരുന്നുണ്ട്. അവിടെയുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. CK അഭിലാൽ വിളിച്ചിട്ടുണ്ട്. അഭിലാൽ, ഈ വനിതാ ഉദ്യോഗസ്ഥരടക്കം ചികിത്സയുണ്ട്. ഈ CPM പ്രവർത്തകരും ഈ മുറിച്ചിട്ട മരവും തമ്മിൽ എന്ത് ബന്ധമാണ്? കൊച്ചുകോയിക്കൽ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന വിളക്കുപാറ കുളഞ്ഞിമുക്കിൽ ചൊവ്വാഴ്ച വൈകുന്നേരമാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സംഭവം ഉണ്ടാകുന്നത്. കൊച്ചുകോയിക്കൽ ഫോറസ്റ്റ് സ്റ്റേഷനിലെ വനിതാ ജീവനക്കാരടക്കമുള്ള ഉദ്യോഗസ്ഥർ ഈ സമയം പട്രോളിംഗ് ഡ്യൂട്ടിയിലായിരുന്നു. കുളഞ്ഞിമുക്കിന് സമീപം എത്തിയപ്പോൾ റോഡ് വക്കിൽ മുറിച്ചിട്ടിരിക്കുന്നതിനിടയിൽ മരങ്ങൾ കാണുകയും അവിടെ എത്തി മരങ്ങൾ പരിശോധിക്കുകയും ചെയ്ത വേളയിലാണ് ഒരു സംഘം ആളുകൾ എത്തി ഫോറസ്റ്റ് ജീവനക്കാരെ അസഭ്യം പറയുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തത്. ഇതിനിടയിൽ പിടിവിളിയും ഉന്തും തള്ളും ഉണ്ടാകുന്ന സ്ഥിതിയും വന്നു. ബ്ലോക്ക് പഞ്ചായത്ത് മുൻ അംഗം ജേക്കബ് എന്ന ആളുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഭീഷണിയും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരുടെ ജോലി തടസ്സപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരാതി. ഇത് രേഖാമൂലം ചിറ്റാർ പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി തന്നെ അറിയിച്ചിരുന്നു. തുടർന്ന് പരാതിയിലായി രേഖാമൂലം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ 2 ദിവസം പിന്നിടുമ്പോഴും ഈ വിഷയത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് അന്വേഷിക്കുമ്പോൾ വിഷയം ചർച്ചയിലൂടെ പരിഹരിച്ചു എന്നുള്ള വിശദീകരണമാണ് ചിറ്റാർ പോലീസ് നൽകുന്നത്. എന്നാൽ അത്തരത്തിൽ പരാതി നൽകിയെങ്കിലും നടപടി സ്വീകരിച്ചിട്ടില്ല എന്നുള്ള പരാതി വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കുണ്ട്. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ ഒരു പരിഹാരം എന്നുള്ള തരത്തിലോ അല്ലെങ്കിൽ ചർച്ച എന്നുള്ള തരത്തിലോ സമവായത്തിൽ കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ള വിശദീകരണവുമുണ്ട്. പ്രാദേശിക CPM നേതാക്കൾക്കെതിരെയാണ് പരാതി ഉയർന്നു വന്നിട്ടുള്ളത് എന്നതിനാൽ തന്നെ ഈ വിഷയത്തിൽ പാർട്ടി സമ്മർദ്ദമാണ് കേസെടുക്കാൻ പോലീസിനെ തടസ്സപ്പെടുത്തുന്നതെന്നാണ് വിവരം. ശരി, CPM പ്രവർത്തകരായതുകൊണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചിട്ടും കൃത്യമായ നടപടി ഉണ്ടാകുന്നില്ല എന്നതാണ് വാർത്തയുടെ ഉള്ളടക്കം. CK അഭിലാനാണ് ആ വിവരങ്ങൾ നൽകിയത്.